മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെപ്പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ ലജ്ജിക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബെനഡിക്റ്റ് 16-ാമൻ പാപ്പ സ്ഥാനത്യാഗം ചെയ്ത ബെനഡിക്റ്റ് 16-ാമൻ പാപ്പയായിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ ഒരു ബുധനാഴ്ച പ്രസംഗം, വത്തിക്കാൻ സ്ക്വയറിൽ അദ്ദേഹം നടത്തിയ ഒരു ബുധനാഴ്ച പ്രസംഗത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി: നിക്കോദെമോസിനെയും അരിമത്തിയാക്കാരൻ ജോസഫിനെയും പോലുള്ളവരുടെ വിശ്വാസമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്ന്. ഞാൻ പെട്ടെന്ന് ആ ഹെഡിങ് കണ്ടപ്പോൾ, അദ്ദേഹം ചെയ്ത പ്രസംഗത്തിൻ്റെ ഹെഡിങ് ലസർവാത്ത റൊമാനോയിൽ കണ്ടപ്പോൾ എനിക്ക് ആദ്യം അല്പം അസ്വസ്ഥതയെ അനുഭവപ്പെട്ടത്. കാരണം നിക്കോദെമോസ് എന്ന് പറയുന്ന മനുഷ്യൻ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ അന്ധകാരാവൃതമായ രാത്രിയുടെ മറവിൽ മിശിഹായെ സമീപിക്കുന്ന വ്യക്തിയെ വചനം കൃത്യമായിട്ട് വചനത്തിൽ നാം കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. ഫരിസയരിൽ നിക്കോദെമോസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി ഈശോയുടെ അടുത്ത് വന്ന് പറഞ്ഞു. ഇത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രാത്രി എന്ന് പറയുന്നത് തിന്മയുടെ ഒരു പ്രതീകമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അന്ധകാരം എന്ന് പറയുന്നത് പാപത്തിലേക്കുള്ള ചായ്വിൻ്റെയും പ്രതീകമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അന്ധകാരം എന്ന് പറയുന്നത് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ സന്നദ്ധമല്ലാത്തതിൻ്റെ അടയാളമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അന്ധകാരം എന്ന് പറയുന്നത് പാപത്തിൽ ആയിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ഈ തരത്തിൽ ഈ അന്ധകാരത്തിൽ മറ്റുള്ളവരുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ വൈമനസ്യത്തോടുകൂടി ഈശോയുടെ അടുത്തേക്ക് വരുന്ന നിക്കോദെമോസിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് വളരെ നിഷേധാത്മകമായ ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ ഈ വചനഭാഗത്തിൽ നാം നിക്കോദെമോസിനെ കാണുന്നത് വളരെ മോശമായ അർത്ഥത്തിലാണ്. ഈ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ വൈമനസ്യം കാണിക്കുന്ന, ഈശോയിൽ വിശ്വാസമുണ്ടായിട്ടും അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുവാൻ മടി കാണിക്കുന്ന ഈ നിക്കോദെമോസിനെ പോലുള്ളവരുടെ വിശ്വാസമാണ് ഈ കാലഘട്ടത്തിൽ വേണ്ടത് എന്ന് പാപ്പ പറയുമ്പോൾ അത് വായിക്കുവാനിടയായ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു അസ്വസ്ഥതയെ അങ്കുരിക്കുവാൻ ഇടവരുന്നത്. എന്നാൽ ആ പ്രസംഗത്തിൻ്റെ കാതലായ ഭാഗത്തിലേക്ക് എൻ്റെ വായന നീങ്ങിയപ്പോൾ എൻ്റെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെടുകയും. കാരണം എന്താ? നിക്കോദെമോസിനെയും അരിമത്തിയാക്കാരൻ ജോസഫിനെയും പോലുള്ളവരുടെ വിശ്വാസമാണ് ഈ കാലഘട്ടത്തിൽ വേണ്ടത് എന്ന് പാപ്പ പറഞ്ഞു വെക്കുമ്പോൾ അതിന് കാരണം അദ്ദേഹം പറയുന്നുണ്ട്. എന്താ കാരണം? ഈശോ 3 ആണ്ടുകളിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടന്ന് പെടഞ്ഞു മരിച്ച ആ ഈശോയുടെ ചേതനയറ്റ ശരീരം സ്വീകരിക്കുവാൻ വേണ്ടി പീലാത്തോസിൻ്റെ പക്കൽ നിന്ന് അനുമതിയും വാങ്ങിച്ച് കടന്നു വരുന്ന 2 വ്യക്തികളാണ് ഈ നിക്കോദെമോസും അരിമത്തിയാക്കാരൻ ജോസഫും. സ്നേഹമുള്ളവരെ, പാപ്പ സ്പഷ്ടമായിട്ട് പറഞ്ഞു വെക്കുകയും ആ ഈശോ, ചേതനയറ്റ ശരീരവുമായുള്ള ഈശോ, മരണപ്പെട്ട് കിടക്കുന്നവനായ ഈശോ, ഏറ്റവും അപമാനിതനായി 2 കള്ളന്മാരുടെ നടുവിൽ അപമാനിതനായി ഒരു കൊടും കുറ്റവാളിയെ പോലെ ക്രൂശിക്കപ്പെട്ടവനായ ഈശോയുടെ ശരീരം സ്വീകരിക്കുവാൻ വേണ്ടി അവർ കടന്നു വരുമ്പോൾ ഓർക്കണം, തങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ സാധ്യമല്ലാത്ത അവസ്ഥയിൽ, ഈശോയുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോലും നീങ്ങപ്പെട്ട അവസ്ഥയിൽ, ആ ഈശോയ്ക്ക് പരസ്യമായി സാക്ഷ്യം നൽകുവാൻ കടന്നു വരുന്ന 2 വ്യക്തികളായിട്ട് സുവിശേഷം ഈ 2 വ്യക്തികളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, അന്ധകാരത്തിൻ്റെ മണിക്കൂറാണ് എന്ന് ഈശോ പറയുന്നുണ്ട്. ഈശോയുടെ കുരിശുമരണത്തിന് മുമ്പ് ഇത് അന്ധകാരത്തിൻ്റെ മണിക്കൂർ.
ഈ അന്ധകാരത്തിൻ്റെ മണിക്കൂറിൽ പാപം താണ്ഡവമാടി മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ പോലും ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഒരു കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ട ക്രൂശിക്കപ്പെട്ട അവസ്ഥയിൽ ആ അന്ധകാരത്തിൻ്റെ ഭരണത്തിൻ്റെ നിമിഷങ്ങളിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ കടന്നു വരുന്ന, അതും ഈശോയ്ക്ക് തങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ സാധ്യമല്ലാത്ത സമയത്ത് ഈശോയുടെ സാക്ഷികളായി കടന്നു വരുന്ന ആ രണ്ട് വ്യക്തികൾ. വചനം പറയുക, പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനത്തെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും ലജ്ജിക്കും. അങ്ങനെയെങ്കിൽ ഈ പാപം നിറഞ്ഞതും അന്ധകാരാവൃതവുമായ ഈ തലമുറയിൽ, അവിശ്വസ്തമായ ഈ തലമുറയിൽ ഈശോയെപ്പറ്റി അഭിമാനിക്കുന്നവർ, ആ ഈശോയുടെ സാക്ഷിയായിരിക്കുന്നതിൽ അഭിമാനിക്കുന്നവർ, അവരെപ്പറ്റി സ്വർഗത്തിൽ ദൈവപുത്രനും അഭിമാനിക്കും, സാക്ഷ്യം നൽകുകയും ചെയ്യും. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സമകാലിക ജീവിതത്തിൻ്റെ ഇതിവൃത്തങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഇന്ന് നാം കാണുകയും കേൾക്കുകയും പലപ്പോഴും പരസ്യമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന പല വിഷയങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന്, ഒരു സഭാ തനയയാണ് എന്ന് അഭിമാനിക്കുവാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കും? ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നത് നാണക്കേടാണ് എന്ന് തോന്നത്തക്ക പരിതസ്ഥിതികൾ ഇന്ന് പല വ്യവസ്ഥിതികളും കൃത്രിമമായി നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളിൽ സൃഷ്ടിച്ചു വെക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ക്രൈസ്തവികതയുടെ അസ്തിത്വം തന്നെ വ്യംഗ്യമായി നിഷേധിച്ചുകൊണ്ടുള്ള പെരുമാറ്റങ്ങൾ സ്വീകരിക്കുന്ന കാലഘട്ടമായി ഇത്. ഇവിടെയാണ് സ്നേഹമുള്ളവരെ ഈശോ മുൻകൂറായി നമുക്ക് വേണ്ടി പറഞ്ഞു വച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് നാം കൊണ്ടുവരേണ്ടത്. ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതകളൊന്നും ഈശോ മുൻകൂറായി നമുക്ക് പറഞ്ഞു തരാത്തതല്ല. ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതകളെല്ലാം നമ്മുടെ മുമ്പിൽ ഈശോ വ്യക്തമായിട്ട് പണ്ട് തന്നെ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ വചനത്തിൽ ഈശോ പറഞ്ഞു, അധർമ്മം വർദ്ധിക്കിയാൽ പലരുടെയും സ്നേഹം ഉറഞ്ഞു പോകുമെന്ന്. അധർമ്മം വർദ്ധിക്കിയാൽ പലരുടെയും സ്നേഹം ഉറഞ്ഞു പോകത്തക്ക വിധം അധർമ്മം കൊടികുത്തി വാഴുന്ന ഒരു അവസ്ഥകളിലേക്ക് നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നന്മ ചെയ്യുന്നവരെ എല്ലാം പരസ്യമായി ഇകഴ്ത്തുകയും തിന്മ ചെയ്യുന്നവരെല്ലാം ഉദാത്തവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന വിപരീതമായ ഒരു ധാർമ്മികതയുടെ പരിതസ്ഥിതി കൃത്രിമമായി നമ്മുടെ ജീവിത പരിസരങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഓർക്കണം, കഴിഞ്ഞ 2000 വർഷക്കാലമായി മാനവ ചരിത്രത്തിൽ മാനവികതയ്ക്ക് നന്മ മാത്രം ചെയ്തു പോന്നിട്ടുള്ള ഒരൊറ്റ വ്യവസ്ഥിതിയുണ്ട് എങ്കിൽ അത് ചരിത്രത്തിൽ, മാനവ ചരിത്രത്തിൽ അത് ശുദ്ധമാന കത്തോലിക്കാ സഭയാണ്. വേറെ ഏതെങ്കിലും ഒരു വ്യവസ്ഥിതിക്ക് അവകാശപ്പെടാൻ സാധിക്കുമോ ഇത്രമാത്രം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്ത വ്യക്തികളെക്കുറിച്ച്? കഴിഞ്ഞ 2000 വർഷക്കാലമായി മനുഷ്യൻ്റെ സമഗ്രമായ വ്യവസ്ഥിതിയുടെ നന്മയ്ക്ക് വേണ്ടി, ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും നന്മ പ്രദാനം ചെയ്യുവാൻ വേണ്ടി ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ശുശ്രൂഷകരെ മാനവികതയ്ക്ക് സംഭാവന ചെയ്ത വേറെ ഏത് വ്യവസ്ഥിതിയാ ഈ ലോകത്തിൽ അവകാശപ്പെടാൻ സാധിക്കുന്നത്? മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി, മാനവികതയുടെ വിപ്ലവാത്മകമായ വളർച്ചയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുവാൻ എന്ന് പറഞ്ഞ് കടന്നു വന്ന പല വ്യവസ്ഥിതികളും ഒരുപാട് ദുരന്തങ്ങളും ഒരുപാട് ദുരിതങ്ങളും മനുഷ്യനെ പ്രദാനം ചെയ്തത് നാം കണ്ടു കഴിഞ്ഞതാണ്. 1917 മുതൽ 2017 വരെയുള്ള 100 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ
1917 ഒക്ടോബർ വിപ്ലവം മുതൽ ഈ 100 വർഷക്കാലം കൊണ്ട് 170 മില്യൺ ജനതയെ കൊന്നൊടുക്കിയ നിരീശ്വരവാദ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ ചരിത്രത്തിൽ നാം കണ്ടു കഴിഞ്ഞതാണ്. എന്നാൽ കഴിഞ്ഞ 2000 വർഷങ്ങളായി മനുഷ്യൻ്റെ സമഗ്രമായ നന്മയ്ക്ക് വേണ്ടി, എല്ലാ തരത്തിലുമുള്ള വളർച്ചയ്ക്ക് വേണ്ടി സംഭാവന ചെയ്ത ഒരു ചരിത്രമാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത്. എന്നാൽ ഈ കത്തോലിക്ക സഭയെ തിന്മയുടെ വ്യവസ്ഥിതിയായി ചിത്രീകരിക്കുന്ന അബദ്ധജടിലമായ പ്രബോധനങ്ങൾ നമ്മുടെ കാലഘട്ടത്തിൽ ഇന്ന് ധാരാളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, മാനവ ചരിത്രത്തിൽ ശാസ്ത്രത്തിനും വിദ്യാഭ്യാസത്തിനും ഇത്രമാത്രം സംഭാവന നൽകിയ വേറെ ഒരു മതവിശ്വാസമോ ഒരു മതാത്മക സംവിധാനമോ ഒരു സാമൂഹ്യ സംവിധാനമോ ചരിത്രത്തിൽ വേറെ ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് വൈജ്ഞാനികതയുടെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ നല്ലൊരു ശതമാനവും ക്രൈസ്തവ സന്യാസ ആശ്രമങ്ങളായി ആരംഭിച്ചവയാണ് എന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം. ആദ്യം 12-13 നൂറ്റാണ്ടുകളിലെ സന്യാസാശ്രമങ്ങളാണ് പിന്നീട് സർവകലാശാലകളായി, വിദ്യാലയങ്ങളായി, കലാലയങ്ങളായി, സർവകലാശാലകളായി രൂപപരിണാമം പ്രാപിച്ചത് എന്ന്. 12-13 നൂറ്റാണ്ടുകളിലെ വൈദികരും സന്യാസികളുമായിരുന്നു ആധുനിക ശാസ്ത്രത്തിൻ്റെ സൂതകർമ്മിണികളായി ഊടും പാവും നെയ്തത് എന്ന് ഇന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം. സ്നേഹമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും പ്രത്യേകിച്ച് 1894 അമേരിക്കയിൽ എഴുതപ്പെട്ട ഒരു പുസ്തകത്തിലൂടെ സയൻസും സഭയും തമ്മിൽ ശത്രുക്കളായിരുന്നുവെന്ന് പറഞ്ഞു വെക്കുന്ന ഒരുപാട് അബദ്ധജടിലമായ, അടിസ്ഥാനരഹിതമായ, ചരിത്രത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കെട്ടുകഥകൾ കൂട്ടിയിണക്കി എഴുതി വെച്ച ഒരു പുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ ഇല്ലാ കഥകൾ ഗലീലിയോയുടെയും കോപ്പർനിക്കസിൻ്റെയും ഒക്കെ പേരിൽ ഇന്നും പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഗലീലിയോ ആരാരും കൊല്ലപ്പെട്ടിട്ടില്ല. ഗലീലിയോയെ കോപ്പർനിക്കൻ തിയറി പഠിപ്പിച്ചതിൻ്റെ പേരിൽ കത്തോലിക്ക സഭ ഒരു ശിക്ഷണ നടപടിയും എടുത്തിട്ടില്ല. പക്ഷേ പലപ്പോഴും ആൾക്കാർ പറഞ്ഞു വെക്കുന്നത്, പലപ്പോഴും ശാസ്ത്രലോകത്തിൻ്റെ വക്താക്കളെന്ന് സ്വയം അവകാശപ്പെടുന്നവർ പറഞ്ഞു വെക്കുന്നത് ഗലീലിയോയെ കത്തോലിക്ക സഭ ശിക്ഷിച്ചു, എന്തിന്? പുതിയ ശാസ്ത്രീയ തത്വങ്ങൾ പഠിപ്പിച്ചതിൻ്റെ പേരിലെന്ന്. സ്നേഹമുള്ള സഹോദരങ്ങളെ, വാസ്തവത്തിൽ അന്ന് നിലവിൽ നിന്നിരുന്ന അരിസ്റ്റോട്ടേലിയൻ കോസ്മോളജിക്കൽ പഠനമനുസരിച്ച് ഗലീലിയോ വക്താവായിരുന്ന കോപ്പർനിക്കൻ തിയറി അന്നത്തെ ശാസ്ത്രത്തിന് സ്വീകാര്യതയില്ലാത്തതായിരുന്നു. അന്ന് സഭയിൽ മാത്രമല്ല, പൊതുസമൂഹത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾക്ക് കാരണമായ ആ കോപ്പർനിക്കൻ തിയറിയെക്കുറിച്ച് പുസ്തകം എഴുതിയപ്പോൾ വാസ്തവത്തിൽ ഗലീലിയോയെ തിരസ്കരിച്ചത് കത്തോലിക്ക സഭയല്ല, പിന്നെയോ അന്ന് നിലവിൽ നിന്നിരുന്ന ഫ്ലോറൻസിലെയും റോമിലെയും ശാസ്ത്രജ്ഞന്മാരായിരുന്നു. കാരണം അന്ന് വരെയും അവർക്ക് ലഭ്യമായിരുന്ന അരിസ്റ്റോട്ടേലിയൻ കോസ്മോളജിക്കൽ തിയറി അനുസരിച്ച് കോപ്പർനിക്കൻ തിയറി അവർക്ക് അസ്വീകാര്യമായിരുന്നത് കൊണ്ട് ആ സാഹചര്യത്തിൽ ഗലീലിയോയോട് അടക്കമുള്ള കത്തോലിക്ക ശാസ്ത്രജ്ഞന്മാരോട് കത്തോലിക്ക സഭയുടെ നിയമം അനുശാസിച്ചു, ഒരു നിയമം കൊണ്ടുവന്നു. തൽക്കാലത്തേക്ക് കോപ്പർനിക്കൻ തിയറിയെക്കുറിച്ച് ആരും പുതിയ പുസ്തകങ്ങളൊന്നും എഴുതരുത് എന്ന്. ആ സാഹചര്യത്തിൽ കോപ്പർനിക്കൻ തിയറിയെക്കുറിച്ച് തൻ്റെ സുഹൃത്തായിരുന്ന മാർപ്പാപ്പായുടെ വാക്കാലുള്ള അനുവാദത്തോടുകൂടി ഗലീലിയോ ഒരു പുസ്തകം എഴുതിയപ്പോൾ ആ പുസ്തകം എഴുതിയതിൻ്റെ പേരിലാണ് ഗലീലിയോയ്ക്കെതിരെ സഭയുടെ ഇൻക്വിസിഷൻ കോടതി ശിക്ഷണ നടപടി എടുക്കുന്നത്. അതും സ്നേഹമുള്ള സഹോദരങ്ങളെ, അദ്ദേഹത്തിന് വധശിക്ഷയൊന്നും വിധിച്ചില്ല. വളരെ ചുരുങ്ങിയ നാളുകളിലേക്കുള്ള ഒരു തടവ് മാത്രമാണ് അദ്ദേഹത്തിന് വിധിക്കപ്പെടുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, എന്നാൽ കത്തോലിക്ക സഭയുടെ റോമിലെയും ഫ്ലോറൻസിലെയുമുള്ള വൈദികരടക്കമുള്ള കത്തോലിക്ക ശാസ്ത്രജ്ഞന്മാർ
ഫിസിസിസ്റ്റുകൾ ഈ കോപ്പർനിക്കൻ തിയറിക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും അങ്ങനെ ഈ കോപ്പർനിക്കൻ തിയറി ലോകത്തിന് സ്വീകാര്യതയുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നത് കത്തോലിക്ക സഭയുടെ സർവകലാശാലകളും ആ സർവകലാശാലകളിൽ പരിവേഷണം നടത്തിയ കത്തോലിക്ക ശാസ്ത്രജ്ഞന്മാരുമാണ് എന്നും അവരിൽ ബഹുഭൂരിപക്ഷവും സന്യാസികളും വൈദികരമായിരുന്നുവെന്ന് മനസ്സിലാക്കണം. എന്നാൽ ഇത്തരത്തിലുള്ള ചരിത്രപരമായ പഠനങ്ങളിൽ ആഴപ്പെടുവാൻ സാവകാശമില്ലാത്ത സാധാരണക്കാരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുവാൻ വേണ്ടി ഇന്ന് പല ചരിത്രത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും തമസ്കരണം ആഗ്രഹിക്കുന്നവർ, സ്നേഹമുള്ളവരെ, ഇന്ന് തെറ്റായ പഠനങ്ങളും തെറ്റായ പ്രബോധനങ്ങൾ നൽകുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് സാധാരണക്കാരാണ്. അവരുടെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് സഭയെക്കുറിച്ചാണ്. എന്താ സഭയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ? സഭ ശാസ്ത്രത്തിൻ്റെ ശത്രുവാണ് എന്ന്. എന്നാൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, 14 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ടുകൾ പരിശോധിച്ച് നോക്കിക്കൂ. ശാസ്ത്രജ്ഞന്മാരിൽ ബഹുഭൂരിപക്ഷവും കത്തോലിക്ക വൈദികരും കത്തോലിക്ക സന്യാസികളുമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് മാത്രമല്ല, വൈദികരും സമർപ്പിതരും അല്ലാത്ത, വൈദികരോ സന്യാസികളോ അല്ലാത്ത ശാസ്ത്രജ്ഞന്മാരെ നോക്കിക്കൂ. അവരൊക്കെ ഉറച്ച കത്തോലിക്ക വിശ്വാസികളും തങ്ങളുടെ ശാസ്ത്ര പരിവേഷണങ്ങളെ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ രഹസ്യമറിയുവാനുള്ള പരിശ്രമമായി, തപസ്യയായി സ്വയം സമർപ്പിച്ചവരുമായിരുന്നു. അവരെയെല്ലാം സഭ പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, 16-17 നൂറ്റാണ്ടുകളിൽ ഈ കോപ്പർനിക്കൻ തിയറിയെക്കുറിച്ചുള്ള സൂര്യനാണ് കേന്ദ്രം, ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങൾ സൂര്യനെയാണ് വലം വെക്കുന്നത് എന്ന ആ കോപ്പർനിക്കൻ തിയറി അന്ന് വരെ നിലവിൽ നിന്നിരുന്ന ഭൂമിയാണ് കേന്ദ്രം, ഇതര ഗോളങ്ങൾ ഭൂമിയാണ് വലം വെക്കുന്നത് എന്ന് ചിന്തിച്ചിരുന്ന ആ ശാസ്ത്ര കാഴ്ചപ്പാടിന് വിപരീതമായ കോപ്പർനിക്കൻ ആശയത്തെക്കുറിച്ച് വിവാദങ്ങളുണ്ടായപ്പോൾ ആ വിവാദങ്ങൾ അന്ന് വരെ മനസ്സിലാക്കിയിരുന്ന ശാസ്ത്രീയ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വചനത്തെ വ്യാഖ്യാനിച്ചിരുന്ന ദൈവശാസ്ത്രജ്ഞന്മാർക്ക് അസ്വസ്ഥതയുണ്ടായപ്പോൾ, കാരണം അവർ അന്നുവരെയും വചനത്തെ വ്യാഖ്യാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ കാഴ്ചപ്പാട് കടന്നു വന്നപ്പോൾ അന്നത്തെ ഫ്ലോറൻസിലെ കാർഡിനൽ ആർച്ച് ബിഷപ്പ് വ്യക്തമായിട്ട് പഠിപ്പിച്ചത് നമുക്ക് രചിത രേഖകളായി നമുക്ക് ലഭിക്കും. ഇപ്രകാരം പറഞ്ഞു: ഒരു പുതിയ ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിന് വ്യത്യസ്തമായ വചനവ്യാഖ്യാനങ്ങൾ നിലവിലുണ്ട് എങ്കിൽ ആ ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിനനുസരിച്ച് വചനവ്യാഖ്യാനത്തെയാണ് പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ടത് എന്ന്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ശാസ്ത്രത്തോട് തികഞ്ഞ സ്വീകാര്യതയും തുറവിയും പുലർത്തുന്ന ഒരു ചരിത്രമാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത്. കാരണം എന്താ? കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം, ബൈബിൾ അധിഷ്ഠിതമായ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു പുതിയ അഭിമാനവും പുതിയ ജിജ്ഞാസയും പുലർത്തുന്ന വ്യക്തികൾക്ക് മാത്രം സാധിക്കുന്ന സംഗതിയാണ്. ശാസ്ത്രമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് പ്രപഞ്ചം എന്ന കാരണം കൊണ്ട് മാത്രം സാധ്യമാകുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ആധുനിക കാലഘട്ടത്തിൽ ക്രൈസ്തവ സംസ്കൃതിയിലാണ് ആധുനിക ശാസ്ത്രം ജനിച്ചതും വളർന്നതും? കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സംഹിതകളാണ് ഈ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായിട്ട് മാറുന്നത്. എന്താ ആ ക്രിസ്തീയ സംഹിത എന്ന് പറയുന്നത്? ക്രിസ്തീയ വിശ്വാസ സംഹിത എന്ന് പറയുന്നത് ദൈവം, സർവജ്ഞാനിയായ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുവെന്നും ഈ പ്രപഞ്ചത്തിന് സർവജ്ഞാനിയായ ദൈവം ഒരു നിയമം നൽകിയെന്നും ആ നിയമം അനുസരിച്ചാണ് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും പ്രവർത്തിക്കുന്നത് എന്നും അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെക്കുറിച്ചും നിയമദാതാവായ സർവജ്ഞാനിയായ ദൈവം നൽകിയിരിക്കുന്ന നിയമങ്ങളും ചിട്ടകളും ചട്ടങ്ങളും മനസ്സിലാക്കുവാനുള്ള പരിശ്രമമാണ് ശാസ്ത്രീയമായ അന്വേഷണം എന്ന് പറയുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ സർവജ്ഞാനിയായ ദൈവം
സൃഷ്ടിച്ച നിയമം ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ ശാസ്ത്രീയ നിയമങ്ങളും സാധ്യമല്ല. ശാസ്ത്രീയ നിയമങ്ങൾ ഈ പ്രപഞ്ചത്തിൽ സാധ്യമല്ല എങ്കിൽ ശാസ്ത്രവും സാധ്യമല്ല. അതുകൊണ്ട് ഇതര സംസ്കൃതികളിൽ, ഇതര സംസ്കാരങ്ങളിൽ ശാസ്ത്രത്തിൻ്റെ വളർച്ച മുരടിച്ചു പോയത്. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിൽ ശാസ്ത്രം വളർന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ മാത്രം സാധ്യമാകുന്നത് ഈ വിശ്വാസമെന്ന്, ഈ ശാസ്ത്രീയമായ വളർച്ചയെന്ന് ആധുനിക ചരിത്രം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല സഹോദരങ്ങളെ, ക്രൈസ്തവ വിശ്വാസത്തിലൂടെ ആ വിശ്വാസിയുടെ ആന്തരികതയിലേക്ക് കടന്നു വരുന്ന വലിയ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും വ്യക്തതയുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വലിയ സവിശേഷതയാണ് ക്രൈസ്തവ വിശ്വാസം ബുദ്ധിയെ ജ്വലിപ്പിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം കലയുടെ ചരിത്രമൊന്ന് വളരെ ലളിതമായി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 13 മുതൽ 15, 16 വരെയുള്ള നൂറ്റാണ്ടുകളിലെ കലാസൃഷ്ടികൾ പരിശോധിക്കുമ്പോൾ അവയുടെ മനോഹാരിതയും അവയിലെ ബിംബങ്ങളുടെ വ്യതിരക്തതയും വളരെ സ്പഷ്ടമാണ്. എന്നാൽ വിശ്വാസത്തിൽ, ക്രൈസ്തവ വിശ്വാസത്തിൽ മങ്ങലേറ്റതായ 18, 19 നൂറ്റാണ്ടിലേക്ക് വരുമ്പോഴേക്കും ഈ കലാസൃഷ്ടികളിൽ സ്പഷ്ടതയും കൃത്യതയും അവ്യക്തമായി മാറുന്നത് വേദനയോടെ നമുക്ക് കാണേണ്ടി വരും. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇത് കലയിൽ മാത്രമല്ല, സാഹിത്യത്തിൽ മാത്രമല്ല, സംഗീതത്തിൽ മാത്രമല്ല, ശാസ്ത്രത്തിലും മനുഷ്യബുദ്ധിയിലും മനുഷ്യചിന്തയിലും മനുഷ്യചേതനയിലെല്ലാം അത് വ്യക്തമാണ്. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളിലും അതിൻ്റെ ഏറ്റവും ഉന്നതമായ ശാസ്ത്രത്തിൻ്റെ മേഖലയിലും വലിയ സംഭാവന നൽകിയതാണ് എന്ന് അഭിമാനത്തോടെ ഓർക്കുവാൻ ഓരോ ക്രിസ്ത്യാനിക്ക് സാധിക്കണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള അഭിമാനബോധം ജനിപ്പിക്കുന്ന അറിവിൻ്റെ മേഖലകളിലേക്ക് വായനയിലൂടെ, പര്യവേഷണങ്ങളിലൂടെ കടന്നു ചെല്ലുവാൻ ഈ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികളെ കൊണ്ട് സാധിക്കണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഉപരിവിപ്ലവമായ അറിവുകൾ പലപ്പോഴും തെറ്റിദ്ധാരണജനകമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വായനയുടെയും പഠനത്തിൻ്റെയും ലോകത്തിലേക്ക്, അങ്ങനെ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ ഗൗരവമായ തരത്തിൽ വിശ്വാസത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന, അങ്ങനെ ക്രൈസ്തവ വിശ്വാസം, ക്രൈസ്തവ സംസ്കാരം ഈ ലോകത്തിന് നൽകിയ സമഗ്രമായ സംഭാവനകളെ ഓർത്തെടുക്കുവാനും അത് അപരജീവിതങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനും, അങ്ങനെ ഈശോയ്ക്ക് സാക്ഷികളായി മാറുന്ന, ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്ന ജീവിതത്തിൻ്റെ ഉടമകളായി മാറുവാൻ നമുക്ക് സാധിക്കണം. എന്നാൽ സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ വചനം നമ്മോട് പറയുകയാണ്, ഈ കാലഘട്ടത്തിൽ, അവിശ്വസ്തത നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ, പാപം നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ, അന്ധകാരം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് ലോകം മുറവിളി കൂട്ടുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായ്ക്കും ആ മിശിഹായുടെ മൗതിക ശരീരമായ തിരുസഭയ്ക്കും സാക്ഷ്യം നൽകുന്ന ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സാക്ഷികളായി മാറുവാനുള്ള കൃപ ഈശോ നമുക്ക് ഓരോരുത്തർക്ക് നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.